സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യം ത്രിവർണ പതാകയേന്തി സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ പാലക്കാടിന്റെ ചരിത്രമുറ്റത്ത് തലയുയർത്തി നിൽക്കുകയാണ് പാലക്കാട് കോട്ട. നൂറ്റാണ്ടുകൾ പിന്നിട്ട കോട്ട മതിലുകൾക്ക് പറയാനുള്ളത് രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും ചരിത്രം മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ഓർമ്മകളും ഉൾക്കൊള്ളുന്ന ചരിത്രമാണ്. പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട കേരളത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. ശക്തമായ കരിങ്കൽ മതിലുകളും വിശാലമായ കോട്ട മൈതാനവും ചുറ്റുമുള്ള കിടങ്ങും കോട്ടയുടെ സവിശേഷതകളാണ്. 18-ാം നൂറ്റാണ്ടിൽ ഹൈദർ അലിയുടെ കാലത്ത് കോട്ട പുനർനിർമ്മിച്ചതോടെയാണ് ഇതിന്റെ ചരിത്രം കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്തും കോട്ടയ്ക്ക് വലിയ സൈനിക പ്രാധാന്യമുണ്ടായിരുന്നു. മൈസൂർ ഭരണവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുണ്ടായ സംഘർഷങ്ങളുടെ കാലത്ത് പാലക്കാട് കോട്ട പല നിർണായക സംഭവങ്ങൾക്കും സാക്ഷിയായി. 1790-ൽ ബ്രിട്ടീഷ് സൈന്യം കോട്ട പിടിച്ചെടുത്തതോടെ ഇത് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. തുടർന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് കോട്ട പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായി ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ടുതന്നെ പാലക്കാട് കോട്ടയെ നേരിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സ്മാരകമെന്നതിനേക്കാൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെയും അതിനു മുമ്പുള്ള മൈസൂർ ഭരണത്തിന്റെയും സൈനിക ചരിത്രത്തിന്റെ പ്രധാന സാക്ഷിയെന്ന നിലയിലാണ് കാണേണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘമായ ചരിത്രയാത്രയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ കോട്ടയുടെ ചരിത്രം സഹായിക്കുന്നു. കാലം മാറി. ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ചു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രമായി. ഒരിക്കൽ വിദേശ ഭരണത്തിന്റെ സൈനിക സാന്നിധ്യത്തിന് സാക്ഷിയായിരുന്ന പാലക്കാട് കോട്ട മതിലുകൾക്ക് മുന്നിൽ ഇന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയരുന്നു. കോട്ടയിലെ ഓരോ കൽച്ചുവരും പിന്നിട്ട കാലത്തിന്റെ ഓർമ്മകളാണ്. അധികാരങ്ങൾ മാറിയതിന്റെയും ഭരണകൂടങ്ങൾ മാറിയതിന്റെയും ചരിത്രം അവ നിശബ്ദമായി പറയുന്നുണ്ട്. യുദ്ധങ്ങളുടെ കാലത്ത് പ്രതിരോധത്തിന്റെ പ്രതീകമായിരുന്ന കോട്ട ഇന്ന് ചരിത്ര പഠനത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും പ്രധാന കേന്ദ്രമാണ്. UTV ന്യൂസ്, പാലക്കാട്.